ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സിമ്പിൾ വീഡിയോ ആണ്, പെട്ടെന്ന് തീരും. എനിക്ക് കുറച്ച് സമയക്കുറവ് കൊണ്ട് ഞാൻ ഈ വീഡിയോ വളരെ സിമ്പിളായിട്ട് എടുത്തതാണ്. അത് മാത്രമല്ല, ഇത് സിമ്പിളാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ മക്കളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ വരൂ, വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റിന് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് കഴിക്കാവുന്ന രീതിക്കുള്ള ടോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഏലക്ക പൊടി ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 കപ്പ് പാല്. ഇത് സിനമൺ പൗഡറാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതിന് പകരം ചേർക്കുന്നത് കേട്ടോ, വാനില എസൻസിന് പകരം. അപ്പോൾ നമുക്കത് അവൈലബിൾ അല്ലല്ലോ മിക്കവാറും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും ഫോർക്ക് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ ബട്ടർ ആവശ്യമുണ്ട് കേട്ടോ. ബട്ടർ ഇല്ലാത്തവർ നെയ്യ് യൂസ് ചെയ്യാം. ഞാനിവിടെ ബട്ടർ എടുത്തതേ ഉള്ളൂ. പണ്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരുമ്പോൾ നെയ്യിലാണ് ഇത് നമുക്ക് ചെയ്തു തരുന്നത്. അന്ന് ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെയാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ബ്രെഡ് തന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിത് ബട്ടറിൽ ശകലം ഉപ്പുള്ളത് കൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് സാൾട്ട് ഇട്ടില്ല, ആഡ് ചെയ്തില്ല. അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് മൊരിയണമെന്നുള്ളൊരു 2-3 മിനിറ്റ് ചെയ്യാം. ഇത് 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഇല്ലാതെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും. റെഡിയായി കഴിഞ്ഞു ഇതിവിടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സ്പേസ് കൊടുക്കാവുന്ന ഒരു നല്ല ഐറ്റം തന്നെയാണ് ഇത് കേട്ടോ. സിമ്പിളാണെന്ന് വിചാരിച്ചാലും സംഭവം ശരിക്കും പ്രോട്ടീനാണ്. ബട്ടറും പാലും മുട്ടയൊക്കെ ചേരുന്നതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പഴവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പഴവും പാലും ഈ ബ്രെഡും കൂടെ ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ്, ഹെവിയാണ്. പിന്നെ ഈ നോമ്പ് കാലത്ത് ഇതൊരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. വിഷുവിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് വരുന്നുണ്ട്, കാണാൻ മറന്നു പോരുത്. കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.